പ്രകാശം അള്ളാഹിൻ്റെ പ്രകാശം തട്ടി അവർ ആ അള്ളാഹുവിൻ്റെ ഇഷ്കിലാണ്. അവർ ദുനിയാവുമായിട്ട് പിന്നെ ബന്ധമില്ല. അള്ളാഹുവിൻ്റെ ഇഷ്കിൽ അങ്ങ് ലയിച്ചു പോയി. അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് പിന്നെ ദുനിയാവ് അവർക്ക് വേണ്ട. അവരെയാണ് ഷെയ്ഖ് എന്ന് പറയുന്നത്. ആ അള്ളാഹുവിൻ്റെ ഷെയ്ഖ് നൂറാനിയത്ത് തട്ടിയ ആ മനുഷ്യനെ അള്ളാഹു എന്ത് ചെയ്യും? പിന്നെ അവരിൽ തെറ്റൊന്നും വരാത്ത രീതിയിൽ അള്ളാഹു തന്നെ സംരക്ഷിക്കും. ഇബ്ലീസിൻ്റെ രാഞ്ജന അവരിൽ തട്ടൂല. അവരെ അള്ളാഹു തന്നെ സംരക്ഷിക്കുകയാണ്. കാരണം അള്ളാഹുവിനെ കണ്ടു കഴിഞ്ഞ വ്യക്തിയാണ്. അള്ളാഹുവിനെ ഇഷ്ക് വെച്ച ആളാണ്. അവർക്ക് ദുനിയാവുമായിട്ട് പിന്നെ ബന്ധമില്ല. അവരങ്ങനെ തന്നെ അള്ളാഹുവിൽ തന്നെ മുഴുകിയായിട്ട് അവരൊരൊറ്റ നോട്ടം മതി. അള്ളാഹെ കണ്ട ആളാണ്. അവരെ ഒരു നോട്ടം കൊണ്ട് നമ്മളുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഹൃദയം ആ നൂറാനിയത്തിൻ്റെ അവർ നമ്മളൊരു വാക്ക് പറയണം. നിങ്ങൾ ഒരു ദിക്ർ തരയും. ആ മനുഷ്യനാണ് ഷെയ്ഖ് എന്ന് പറയുന്നത്. ആ ഷെയ്ഖ് എന്ന് പറയുന്ന ആള് ഒരു ദിക്ർ തരയാണ് നിങ്ങൾ ഇല്ലെങ്കിൽ ചൊല്ലണം. അപ്പോൾ ആ ദിക്ർ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരു ശ്വാസം, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും നമ്മളെ ഹാർട്ട് ബീറ്റ് 73 തവണ ഇങ്ങനെ അടിക്കുന്നില്ലേ? നമ്മളെ ബ്ലഡിലെല്ലാം ശൈത്താനിരിക്കുക മൊത്തം. നമ്മളെ ബ്ലഡ് എവിടെയൊക്കെ പോകുന്ന അവിടെല്ലാം ശൈത്താനുണ്ട്. അപ്പോൾ നമ്മളെ പമ്പ് ബ്ലഡ് ഇങ്ങനെ 73 തവണ സെക്കൻഡിൽ ഒരു മിനിറ്റിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് പോകുമ്പോൾ അതിൻ്റെ കൂടെ ശൈത്താനും കയറുന്നു. ഒരു ബ്ലഡ് ഇങ്ങനെ പോയാൽ ബ്ലഡ് പമ്പ് ചെയ്യണതിനനുസരിച്ച് ശൈത്താനും കൂടെ കയറുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മിനിറ്റിലും നമ്മൾ ദിക്ർ മനസ്സിനകത്ത് ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അല്ലാഹു അക്ബർ എന്നാ സുബ്ഹാനല്ലാഹ് എന്നാ ഏത് ദിക്റായാലും ആ ഷെയ്ഖിൻ്റെ നിന്ന് വാങ്ങിച്ച ആ ദിക്ർ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിൽ. അപ്പം നമ്മളെ ഹൃദയം 73 തവണ നമ്മളെ ഹൃദയം ഇടിക്കുമ്പോൾ നമ്മൾ ആ 73 തവണയും ദിക്ർ ചൊല്ലുകയാണ്. അപ്പം അവിടെ ഗ്യാപ്പ് വരുന്നില്ല. ആ പോയ ബ്ലഡെല്ലാം ശുദ്ധിയായി, അവിടെ ശുദ്ധിയായി. പിന്നെ ഗ്യാപ്പില്ലല്ലോ. ഗ്യാപ്പില്ലാതെ 73 തവണ നമ്മൾ ഒരു മിനിറ്റിൽ 73 തവണ നമ്മൾ ഹൃദയം ഇങ്ങനെ ബീറ്റ് ചെയ്യല്ലേ. 73 തവണയും നമ്മൾ ഹാർട്ടിൽ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 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 നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ 73 തവണയും ഹാർട്ട് ഇടിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഹാർട്ട് ബീറ്റിൻ്റെ അതേ അളവിൽ നമ്മൾ പിന്നെ ദിക്ർ ചൊല്ലുകയാണ്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഗ്യാപ്പില്ല, ഒരു സെക്കൻഡ് പോലും നമ്മളെ ഹൃദയത്തിൽ ഗ്യാപ്പില്ല. എല്ലാ സമയത്തും പമ്പ് ചെയ്യണതിനനുസരിച്ച് നമ്മൾ ദിക്റിലാണ്. അപ്പോൾ ഇബ്ലീസിന് കയറാൻ, ഹൃദയത്തിനകത്തോട്ട് കയറാൻ സ്ഥലമില്ല. നമ്മൾ ബ്ലഡിൽ കിടക്കാൻ കഴിയുന്നില്ല. അവൻ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. ആദ്യം നമ്മൾ കുറച്ചൊക്കെ ദിക്റിൽ നിർത്തും. അപ്പോൾ ആ ഗ്യാപ്പിൽ കയറും. എങ്കിലും വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ദായിമായി 24 മണിക്കൂറും ഉറക്കത്തിലും ഊണിലും അവൻ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ദിക്റെ കൽബുള്ളവനായി മാറും. അവൻ്റെ ഹൃദയത്തിലോട്ട് പിന്നെ ഒന്നും ഒരു ശൈത്താനും നടക്കൂല. നമ്മളിപ്പോൾ നിസ്കരിക്കാൻ കയറി ചോദിച്ചോളി, നമ്മൾ കൈയ്യട്ടി നിസ്കരിക്കാൻ കയറി കൈയ്യട്ടി ഉടനെ നമ്മളെ ചിന്ത എന്തിരുന്നറിയാം? അല്ലാഹു അവിടെ പൈസ കൊടുക്കണ്ട, തീർന്നിട്ട് വേണം എനിക്ക് മൊബൈലെടുത്ത് നോക്കാം. ഉദാഹരണം പറയണേണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറ് കഴിക്കാൻ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണം ചെന്ന് കിടക്കാൻ. എനിക്ക് പറഞ്ഞ് കൈ കെട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്ത വരും. ഇപ്പം ഞാനും നിങ്ങളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറയണത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ തിരിഞ്ഞങ്ങ് പോവും. അപ്പം അള്ളാഹുമായിട്ടുള്ള സംസാരമാണ്, മുനാജാത്തയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിൽ നമ്മളെ മനസ്സ് വേറെ അടുത്തും നമ്മൾ നമസ്കരിക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്ത് അള്ളാഹ് അവിടെ നിൽക്കുമോ? നമ്മൾ പറയണത് കേൾക്കാൻ അള്ളാഹ് അവിടെ നിൽക്കുമോ? ഇല്ല. നമ്മൾ അള്ളാഹുമായിട്ടുള്ള സംസാരത്തിലാണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിരിക്കണം. നമ്മൾ അള്ളാഹുമായിട്ട് സംസാരിക്കുകയാണ്. ആ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു ചിന്തയും കയറി വരാൻ പാടില്ല. ആ ചിന്ത വന്നാൽ അള്ളാഹു ആ നിസ്കാരത്തിൻ്റെ പാത്തിലാക്കി കളഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം സുബഹ് മുതൽ ഇപ്പം ഇശായിന് ബാങ്ക് വിളിച്ച് കഴിഞ്ഞ് ഇതിനിടയിൽ 5 വഖത്തുണ്ട്. എത്രണ്ണം നീ നിസ്കരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല. കാരണം നീ ഞാനും നിങ്ങളുമായിട്ടുള്ളതല്ലേ. ഞാൻ 5 നിസ്കരിച്ച്, മനസ്സിലായ? അതാണ് നമ്മൾ 5 വഖത്തും നമ്മൾ ഖൽബ് കൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞു.
നിങ്ങൾ കൽപ്പുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. ആ, നമ്മൾ ശരീരം കൊണ്ട് ചെയ്യണതല്ല ഇബാദത്ത്, കൽബ് കൊണ്ട് ചെയ്യണതാണ് ഇബാദത്ത്. നമ്മൾ ശരീരം കൊണ്ട് എന്തെല്ലാം ആക്ട് കാണിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഈ പറയണത്. അപ്പൊ അത് അതായത് നമ്മൾ അള്ളാഹുവായിട്ടുള്ള മുനാജാത്തയാണ്, സംസാരമാണ്. നമ്മൾ നേരിട്ട് അള്ളാഹുമായിട്ട് സംസാരിക്കുന്നതാണ് നമസ്കാരം. ആ നമസ്കാരം നമ്മൾ അശ്രദ്ധമായി നിസ്കരിച്ചാൽ അള്ളാഹ് കേൾക്കാതെ തിരിച്ചു പോകും. ആ നിസ്കാരം കേൾക്കൂല, അള്ളാഹ് വേണ്ട. അത് ഇപ്പം ഞാൻ നിങ്ങളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാതെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് എന്തൊരു ഉപയോഗം? ഞാൻ എഴുതിച്ചങ്ങ് പോകും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിച്ചങ്ങ് പോകും. അപ്പം നമ്മൾ അള്ളാഹുമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയിൽ നമ്മളെ ഹൃദയം അള്ളാഹുവിലല്ലെങ്കിൽ അള്ളാഹു പോകും. നമസ്കാരം കൊണ്ട് ഉപയോഗമില്ല. അത് അത്രയ്ക്കും പാകതയായിട്ടാണ് നമസ്കാരത്തിലോട്ട് പോകാനുള്ളത്. ഇപ്പൊ നീ പറഞ്ഞു വന്നതിലും എനിക്കൊരു ചെറിയൊരു സംശയം. നീ ഇപ്പൊ ഈ 5 വഖത്ത് നമസ്കരിച്ച് എന്ന് നീ ഉറപ്പിച്ചങ്ങ് പറയുക. ഇന്ന് അസറിന് ഇവിടെ ഉണ്ട്, മഗ്‌രിബിന് ഇവിടെ ഉണ്ട്, ഇശാഇന് ഇവിടെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ്? നിസ്കരിച്ചൂടെ? ഞാൻ കണ്ടില്ല. നിങ്ങൾ കാണണമെന്നില്ലല്ലോ. ഇപ്പൊ ഇശ മാത്രമേ ഉള്ളൂ നിസ്കരിക്കാറുള്ളൂ. ഇശ മാത്രമേ ഉള്ളൂ. എനിക്ക് പറയണേക്ക് ഈ ഇശ മാത്രമേ ഞാൻ നമസ്കരിക്കാറുള്ളൂ. അത് ഞാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. പറയണേക്ക്. അപ്പൊ ഈ അത് എങ്ങനെയാണ്? നമ്മൾ ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിൽ നമുക്ക് നമസ്കരിക്കാൻ പറ്റും. ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിൽ. കാരണം നമ്മൾ ശരീരം കൊണ്ടല്ല നമസ്കരിക്കുന്നത്, നമ്മൾ മനസ്സും ഹൃദയം കൊണ്ട് നമസ്കരിക്കുകയാണ്. ഹൃദയം കൊണ്ട് എവിടെ വെച്ചാണെങ്കിലും നമസ്കരിക്കാം. യുദ്ധത്തിലാണെങ്കിൽ പോലും നമ്മൾ നമസ്കരിക്കണമെന്നാണ്. നമ്മൾ യുദ്ധത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെ നമസ്കരിക്കും? ഹൃദയം കൊണ്ട് നമുക്ക് നമസ്കരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളെ അള്ളാഹു സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമ്മളിങ്ങനെ കൈയ്യട്ടി കുറിഞ്ഞ് നൂറണമെന്നൊന്നുമില്ല. ഹൃദയം കൊണ്ട് ചെയ്യുന്ന അവൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹ് നോക്കുന്ന അവൻ്റെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയം ശുദ്ധിയായ എല്ലാം ശുദ്ധിയായി. ഹൃദയത്തിനെ ആക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? ശൈഖന്മാർക്കുള്ള. ഹൃദയത്തെ അവർ ശുദ്ധിയാക്കി. ആദ്യം അവർ നഫ്സിനെ ശുദ്ധിയാക്കാൻ വേണ്ടി കുറച്ച് ദിക്ർ തരും. ആ ദിക്ർ നമ്മളിങ്ങനെ ചൊല്ലി ചിലപ്പോൾ മുടങ്ങും, എന്നാലും കുഴപ്പമില്ല. അതിങ്ങനെ ചൊല്ലി വരുമ്പോൾ നമ്മളെ നഫ്സ് ശുദ്ധിയാവും. അത് പിന്നെ നമ്മളെ ഹൃദയം ശുദ്ധിയാവും. ഓട്ടോമാറ്റിക്കലി നമ്മളെ ആത്മാവ് ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാൽ റസൂലിനെ പോലും ഹൃദയം ശുദ്ധിയാക്കിയിട്ടാണ് അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്തത്. മനസ്സിലായി? അപ്പം ഇബ്ലീസ് എന്ന് പറഞ്ഞ അതിശക്തമായ ശക്തിയുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആൻ, അള്ളാഹിന്റെ വചനമായ ഖുർആൻ ഓതിയാൽ അതിൻ്റെ ഇടയിൽ കയറി വരും. അതിന് പവറുണ്ട് ഇബ്ലീസിന്, അല്ലേ? ഖുർആൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി വരാൻ ഇബ്ലീസിന് കഴിവുണ്ട്. അത്രയ്ക്കും പവറാണ്. അപ്പം നമ്മൾ മരണസമയത്ത് നമ്മൾ റൂഹ് പിടിക്കുകയാണ്, നമ്മളടുത്ത് ഇബ്ലീസ് വരൂലേ? നമ്മളെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ നമ്മളെ ഹൃദയത്തിനകത്തോട്ട് ഇബ്ലീസിന് കയറി വരാനും നമ്മളെ സ്വാധീനിക്കാനും കഴിയുമെങ്കിൽ നമ്മളൊരു മരണസമയത്തിന് ഇബ്ലീസിന് നിഷ്പ്രയാസം നമ്മളെ വഴിയേറ്റിക്കാൻ പറ്റും. അവിടെയാണ് ഷെയ്ഖന്മാരുടെ ഇതിരിക്കുന്നത്. അവിടെയാണ് മുറബിയായ ഷെയ്ഖിൻ്റെ കാവൽ നിൽക്കുന്നത്. അവിടെയാണ് മുറബിയായ ഷെയ്ഖിൽ നിന്നുള്ള തണൽ കിട്ടുന്നത്. മനസ്സിലായ? മനുഷ്യ, അവിടെയാണ് മുറബിയായ ഷെയ്ഖിൻ്റെ തണൽ കിട്ടുന്നത്. മുറബിയായ ഷെയ്ഖിന് ദിക്റെ കൽബുള്ളവർക്ക്, ആ ഷെയ്ഖിനെ സ്നേഹിക്കുന്നവർ, ദിക്റെ കൽബുള്ളവർക്ക് ഷെയ്ഖ് അവിടെ ഹാളറാവും. അവിടെ ഷെയ്ത്താനെ ആട്ടി ഓടിക്കാൻ അള്ളാഹിൻ്റെ നൂറാനിയത്ത് കണ്ടവർ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഷെയ്ത്താൻ വരൂല. ഷെയ്ത്താൻ ഓടിപ്പോവും. കാരണം അള്ളാഹിൻ്റെ നൂറാനിയത്ത് കണ്ടവരാണ് അവരെ റൂഹ് അവിടെ വരും, ഹാളറാവും. കാരണം ഞാൻ മരിക്കാൻ മുമ്പ് ഞാൻ ഷെയ്ഖ് എന്ന് വിളിച്ചാൽ ഷെയ്ഖ് അപ്പം ഹാളറാവും. ഇല്ല, അവർ മുൻകൂട്ടി മിക്കുള്ള മരണവും ഷെയ്ഖ് മുൻകൂട്ടി പറഞ്ഞ മരണങ്ങളാണ് ഇവിടെ നടക്കുന്നതല്ല. സുഫിയാൻ്റെ വാപ്പ മരിച്ചത്, പിന്നെ മറ്റു എല്ലാവരുടെയും കാര്യവും ഷെയ്ഖ് മുൻകൂട്ടി പറയുകയാണ്. ഇന്ന ദിവസം ഇന്ന ആൾ മരിക്കും, നിങ്ങളവിടെ പോകണം, ഞാനവിടെ കാണും. പുഞ്ചിരിച്ചാണ് മരിക്കുന്നത്. എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. മരിച്ചു കിടക്കുന്നവരെല്ലാം പുഞ്ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എന്തിനാണ്? ആളറാവുന്നു. ഷെയ്ഖ് അവിടെ ആളറാണോടുകൂടി ഇബ്ലീസ് വായി. മനസ്സിലായില്ലേ? അള്ളാഹിൻ്റെ പ്രകാശം തട്ടിയ ആളാണ് അവിടെ പറഞ്ഞത്. റൂഹ് അവിടെ വന്നു കഴിയുമ്പോൾ പോവും. ഈ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലിൽ ഉൾപ്പെടുത്തിയിട്ട് നീ പറയണ കേക്ക്. ഇനി അങ്ങനെ പറ്റില്ല. നമ്മളെ ഓരോ വിഭാഗത്ത്
ഷെയ്ഹിന് ബൈഅത്ത് ചെയ്യാത്ത